ഗണപതേ മാം ബാലയ ഗൗരീ തനയ ഗണപതേ മാം ബാലയ പാന്തർ പേരു വഴി. ആരിഫ് കളത്തിൽ കണ്ണൂർ ജില്ലയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്ന തിരുവാതിരക്കളി സംഘം താളം കണ്ണൂരിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം. നിങ്ങൾ ഈ താളം ഉള്ള പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഈ താളം കണ്ണൂർ മാത്രമാണോ? താളം കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. 2023 പാലക്കാടുള്ള രാജീവ് മേനോൻ എന്ന വ്യക്തിയാണ്, അവരുടെ ഒരു സംഘം ആണ് താളം തിരുവാതിര. 2024 ആഗസ്റ്റ് 11 താളം കണ്ണൂർ രൂപീകൃതമാവുന്നത്. അന്ന് 40 പേരാണ് നമ്മുടെ ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്നത് ഒരു വർഷമാകുമ്പോഴേക്കും വളർന്ന് 80 പേരായി മാറിയിരിക്കും. പിന്നെ കണ്ണൂർ ജില്ലയിൽ മാത്രമാണോ, അല്ല നിങ്ങൾ വൈഡായിട്ട് കേരളത്തിൽ മൊത്തം ചെയ്തിട്ടുണ്ടോ, എല്ലാ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമ്മൾ കണ്ണൂർ ജില്ലയിലെ പല ക്ഷേത്രങ്ങളിലും ഉത്സവ പരിപാടികൾ ധാരാളം ചെയ്തു. അതുകൂടാതെ താളത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ 2025 ജനുവരി 18 ജീവകലാ ട്രസ്റ്റ് തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഒരു മത്സരം 50,000 രൂപയും ട്രോഫിയും താളത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു. അത് കേരളത്തിലെ ഒരുപാട് അറിയപ്പെടുന്ന ടീമുകളെയൊക്കെ പിന്തള്ളിയാണ് കണ്ണൂർ താളം 1ാം സ്ഥാനം നേടിയത്. തൊട്ടുപുറകെ കോട്ടയം, എറണാകുളം, വയനാട്, വീണ്ടും എറണാകുളത്ത്, കണ്ണൂർ ജില്ലയിൽ എല്ലാം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അവിടെയൊക്കെ ഒരു 6-7 സ്ഥലത്ത് കണ്ണൂർ താളത്തിന് 1ാം സ്ഥാനം നേടാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പരമ്പരാഗത ശൈലിയിലും പാരമ്പര്യ ശൈലിയിലുള്ള വേഷവിധാനങ്ങളും ചുവടുകളും അടങ്ങിയത് കലോത്സവത്തിന് വേദികളിൽ മാത്രമാണ്. ബാക്കി ക്ഷേത്രങ്ങളിൽ വേഷം ഇതാവാം, പക്ഷെ എന്ത് പാട്ടും വെച്ച് എങ്ങനെയും കളിക്കാം, ആരും ചോദിക്കാനില്ല. അതെ, അവിടെ ഇപ്പം 12 തിരുവാതിരക്കളി ഉണ്ടെങ്കിൽ 12 എണ്ണം ഒരേപോലെ ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ ജഡ്ജസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം ട്രഡീഷനാണ്, പക്ക. കാരണം അറിയപ്പെടുന്ന ഗുരുനാഥൻ പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ താളം അങ്ങനെയല്ല. പാരമ്പര്യവും പരമ്പരാഗതവും വിട്ട് ഒരു ചുവട് മുന്നോട്ടില്ല. അത് വേഷമായാലും ആഭരണങ്ങളായാലും ചുവടുകളായാലും എല്ലാം പാരമ്പര്യ ശൈലിയിൽ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് താളം കണ്ണൂര് മുന്നോട്ട് ഇതുവരെ നീങ്ങുന്നത്. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ. നമുക്ക് ഇപ്പം തിരുവാതിര കളി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ പലതരത്തിലാണ് പലരും കളിക്കുന്നത്. ഇപ്പം താളം കണ്ണൂരിൽ വന്നിട്ട് ഈ പരമ്പരാഗതമായ തിരുവാതിര കളി നമ്മൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എന്താണ് തിരുവാതിര കളി യഥാർത്ഥത്തിൽ എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇത് വിട്ടിട്ട് ഇനി നമുക്ക് പോവാൻ ഒരു നിർവാഹമില്ല, നമുക്ക് പോവാനും പറ്റില്ല. കാരണം നമ്മൾ അത്രമാത്രം എഡിക്റ്റഡ് ആയി ഈ പാരമ്പര്യഗത തിരുവാതിര കളിയോട്. ഞാനൊരു 30 വർഷക്കാലമായി കലോത്സവ വേദികളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലും കുട്ടികളെ പഠിപ്പിച്ച് വേദിയിലെത്തിക്കുകയും സമ്മാനം വാങ്ങുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഒരു ഭയങ്കര അത്ഭുതം പോലെയാണ്. 2024 ഓഗസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു താളം കണ്ണൂർ ഇനിയും കിടക്കുന്ന കുറച്ച് നാളുകൾ കൂടെ 2025 ഓഗസ്റ്റ് 11 ആവാൻ. അപ്പോഴേക്ക് ഇത്രയും ഒരു ഉന്നതിയിലെത്താൻ സാധിച്ചത് അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നത് താളത്തിലെ അംഗങ്ങളുടെ ആ ഒരു ഭയങ്കര കൂട്ടായ്മയും പരിശ്രമവും കഠിനാധ്വാനം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ സമ്മാനവും പ്രോത്സാഹന സമ്മാനവും പൈസ കിട്ടുന്നതിനേക്കാളും വലിയൊരു സംഭവമാണല്ലോ ഈ അംഗീകാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ. ഞങ്ങള് കേരളത്തിൽ എവിടെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പുറപ്പെടുമ്പോഴും ക്ലാസ് തുടങ്ങുമ്പോഴും 1ാം സ്ഥാനം കണ്ണൂർ താളത്തിനായിരിക്കും, കണ്ണൂരിലേക്ക് കൊണ്ടുവരണം. അത് 1000 രൂപയാ 1ാം സ്ഥാനമെങ്കിലും ഞങ്ങൾക്ക് 12,000 രൂപ ചെലവുണ്ടാവാം. അതിന് ഒരു പ്രശ്നവുമില്ല നമുക്ക്. അത് താളത്തിലെ ഓരോ മെമ്പർമാരും എപ്പോഴും പറയുന്ന വാക്കുകളാണ്. ടീച്ചർക്ക് എന്തോ പറയണ്ടല്ലോ ഇതില് അധ്യാപികമാര്, റിട്ടയർഡ് അധ്യാപികമാര്, കൂടുതലും റിട്ടയർഡ് അധ്യാപകമാരാണുള്ളത്. അതെ, വീട്ടമ്മമാരുണ്ട്, ജോലി ചെയ്യുന്നവർ. ഈ റിട്ടയർഡ് അധ്യാപികമാരില് പലരും അവരുടെ റിട്ടയറിന് ശേഷമാണ് ഈ തിരുവാതിരയുടെ ഒരു സ്റ്റെപ്പ് വെക്കുന്നത്.
അങ്ങനെ അതായത് ഫസ്റ്റിൽ തന്നെ തുടക്കം വെക്കുന്നത്. തുടക്കം നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇതിനോട് ഒന്നുമില്ല. സർവീസ് കാലഘട്ടത്തിലൊന്നും ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ ഈ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യവും അല്ലേ ടീച്ചറെ? അപ്പൊ ഇതിന് കുറച്ച് സ്ട്രെങ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? അതിന് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു അധ്യാപകൻ അവരെ മാക്സിമം എത്ര പ്രാക്ടീസ് വേണോ അത്രയും കൊടുത്ത് അവരെ അത്രയും ഉഷാർ. ഇപ്പൊ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ അവര് എന്താ അവരുടെ മുഖത്തുള്ള ആ സന്തോഷം നമുക്ക് ഈ താളം കണ്ണൂര് വിജയിക്കാൻ. അതന്നെ ഒറ്റ ലക്ഷ്യം. അത് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് നമ്മൾ ഉള്ളതല്ലേ? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ചെയ്തത്? ഞങ്ങള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 13-ാം തീയതി അതില് ഉണ്ടായിരുന്നത് ഒരു 14 പേരാണ് പ്രോഗ്രാം ചെയ്തത്. ഈ 14 പേരും ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 60 വയസ്സിന് മുകളിലുള്ള 17 പേര്. അതും കൂടുതൽ ഒരു 8-9 പേര് റിട്ടയർഡ് അധ്യാപകരായിരുന്നു. പക്ഷെ ഞാൻ ആ പരിപാടിക്ക് പോയിരുന്നു അവരുടെ കൂട്ടത്തില്. ആ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു ആത്മസംതൃപ്തി, അവരുടെ മുഖം കാണുമ്പോൾ ഒരു സന്തോഷം, ശരിക്കും ഞാൻ കരഞ്ഞുപോയി കണ്ടിട്ട്. കാരണം അത്ര കഠിനാധ്വാനമായിട്ട് മഴയായിട്ട് പ്രാക്ടീസ് ഇവിടെ വെച്ച് നടന്നത്. ഞാൻ തന്നെ പറഞ്ഞു വിജയിച്ചു പരിപാടി, ടെൻഷൻ അടിക്കേണ്ട, നല്ല സൂപ്പർ. അപ്പൊ അത്ര പോലും ഉത്തരവാദിത്ത ബോധത്തോടെ ചിട്ടയായിട്ട്, അതാണ് പിന്നെ ഞാൻ കുറച്ച് കർശനക്കാരനാ ക്ലാസിന്റെ കാര്യത്തിൽ. അതാരായാലും ശരി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് അങ്ങനെ എന്തോ ഒരു മത്സരത്തിൽ നിങ്ങൾ അത് ജീവകല വെഞ്ഞാറമൂടാണ് ജീവകലയുടെ ആസ്ഥാനം. പക്ഷെ അവർ പ്രോഗ്രാം നടത്തിയത് അവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് നടത്തിയത്. എടക്കാട് ബ്ലോക്കിൽ ജനങ്ങളെ ഈ എല്ലാ പ്രശ്നവും നോക്കുന്നതിന്റെ ഇടയിൽ ഇതിന്റെ പ്രസിഡന്റുമായി ഇതിനെല്ലാം കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അതെന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഗുണങ്ങളുണ്ടല്ലോ. നമ്മളിപ്പം സ്കൂള് ഞങ്ങളുടെ കൈകളിലൂടെ ഒരുപാട് വിദ്യാർത്ഥികള് പോയിട്ടുണ്ട്. അത് പഠനം മാത്രമല്ല കലയും സ്പോർട്സും ഒക്കെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പൊ ആ കിട്ടുന്ന ഒരു ധൈര്യം, എനർജി തന്നെ. ഞാനത് മാത്രല്ല ഒരു അധ്യാപക സംഘടനയിലും തലപ്പത്തും പ്രവർത്തിച്ചിരുന്നു. പിന്നെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടർക്ക് സപ്പോർട്ട് ആകുമ്പോൾ നമുക്ക് അല്ലേ. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് എനിക്ക് വേണ്ടി രാവിലെ അവിടെ മീറ്റിംഗ് അവിടെ ഉണ്ടെങ്കിൽ ഓടി ഞാൻ ഉച്ചക്ക് ഇവിടെ എത്തും. ആ രീതിയിൽ അങ്ങനെ അത്ര. പക്ഷെ അത് ഇതുപോലെ തന്നെ താളത്തിനെ ഒരുമയോടെ ആ ഒരു സംഘത്തെ ഒരു മാറിപ്പോവാതെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ഇന്ന് മാറിയാലും താളം കണ്ണൂർ എന്നും ഒന്നാമതായിട്ട് വേണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. കേരളത്തില് നമ്മളിപ്പോ ഒരു 7 തലത്തിൽ മത്സരിച്ചു. ആ 7 സ്ഥലത്തും ഈ മത്സരാർത്ഥികളെ കൊണ്ടുപോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ്. ഞാൻ പോലും പോയിട്ടില്ല, കാരണം എനിക്ക് വേറെ ക്ലാസ് ഉള്ളത് കൊണ്ടും പ്രോഗ്രാം ഉള്ളത് കൊണ്ടും. ടീച്ചറാണ് മറ്റുള്ള കാര്യമെല്ലാം A to Z. അതേ ഒരു ഇത് തന്നെയാണല്ലേ. ടീച്ചറുടെ സ്വന്തമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് താളം കണ്ണൂർ 1-ാം സ്ഥാനം. അത് വായിച്ചു വരും. അത് ടീച്ചർ പ്രോഗ്രാമിനായാലും ആ സ്ഥലത്തെത്തും, മത്സരത്തിനായാലും അവരെ കൂട്ടത്തിൽ പോകും. ഇന്ന് വരെ താളത്തിന് ഒരു പ്രോഗ്രാമിൽ പോലും ടീച്ചർ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ടീച്ചർ കളിച്ചിട്ടില്ലെങ്കിലും കളിക്കുന്ന കുറവാണ്, പക്ഷെ ടീച്ചർ ഉണ്ടാവും. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എനിക്ക് ഏറ്റവും പറ്റിയ, എനിക്ക് കിട്ടാത്ത ഒരാളെയാണ് താളത്തിന് വേണ്ടി എനിക്ക് കിട്ടിയത് ടീച്ചറും ആള് കർശനക്കാരിയാണ്. കാരണം താളമായിട്ട് പോകണം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ. ടീച്ചറുടെ ആ ഒരു പിടിപാട് കൊണ്ടാണ് ഇന്ന് 40-ൽ നിന്ന് ഇരട്ടി 80 ഇനിയും ഒരുപാട് മെമ്പർമാർ വരാൻ നിൽക്കുന്നു താളം പോകുന്നത്. അപ്പൊ ഞങ്ങള് ഈ ഓഗസ്റ്റ് മാസം 2025 താളത്തിന്റെ 1-ാം വാർഷികവും ഒരു അഖില കേരള തിരുവാതിരക്കളി മത്സരങ്ങളും സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. ജവഹർ നവോദയ ഹാളിൽ വെച്ചിട്ട്. കണ്ണൂര് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടി. ഒരു ചിരി ബമ്പർ ചിരിയിൽ പ്രോഗ്രാം ചെയ്തു. അത് റിലീസ് ആയിട്ടില്ല. തിരുവാതിര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലാസ്യമാണ്. പിന്നെ അതിലെന്തെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് ഈ തിരുവാതിരയിലൂടെ? നമ്മൾ ശിവൻ പാർവതിയോട് പറയുന്ന വിഷമങ്ങള്, കൃഷ്ണൻ രാധയോട് പറയുന്ന വേദനകള്, ഇതെല്ലാം കഥകളിയിലും ഉണ്ട്. അത് കുറച്ചും കൂടെ സമയമെടുത്ത് ഇങ്ങനെ വിസ്തരിച്ച് പാടും. ഇത് ചുരുക്കി ചെയ്യും. ഇപ്പൊ കഥകളി സ്കൂൾ കലോത്സവത്തിന് 30 മിനിറ്റ് ആണ്. അതേ പാട്ട് നമ്മൾ 9 മിനിറ്റ് കൊണ്ട് ചെയ്യണം. അപ്പം ആ ഒരു ചിട്ടപ്പെടുത്തലാണ്, ഒരു മാക്സ് ആണ് സംഭവം. നിങ്ങൾ പറഞ്ഞില്ലേ ഈ തിരുവാതിര എന്ന് പറഞ്ഞാല് ട്രഡീഷനും ഉണ്ട്, കൈമുട്ടി കളിച്ചിട്ടുള്ള തിരുവാതിരയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ കാലഘട്ടത്തിൽ. അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇപ്പം താളം കണ്ണൂർ മുന്നോട്ട് നയിക്കുന്ന തിരുവാതിരക്കളി, പാരമ്പര്യ ശൈലിയിലുള്ള തിരുവാതിരക്കളി,
അതിനൊരു ഉപജ്ഞാതാവ്, കണ്ടുപിടിച്ചവര്, പുസ്തകങ്ങള്, കഥകള്, പാട്ടുകൾ ഒക്കെ ഉണ്ട്. ഇപ്പൊ കഥകളിൽ നിന്ന് നമുക്ക് പാട്ടുകൾ എടുത്തിട്ട് നമുക്ക് ചിട്ടപ്പെടുത്താം. ആ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പക്ഷേ കൈകൊട്ടിക്കളി എന്ന് പറയുന്ന സാധനം ഈ മലബാർ മേഖലയിൽ മാത്രമേ ആ സാധനം അങ്ങനെ ഉള്ളൂ. ഇതേ ഈ താളം ഇപ്പൊ കൊണ്ടു നടക്കുന്ന ഈ സാധനം പാലക്കാട്, ഗുരുവായൂര്, തൃശ്ശൂർ ഭാഗത്ത് അതിന്റെ പേര് കൈകൊട്ടിക്കളി എന്നാണ് പറയുന്നത്. ഓ ഇപ്പം താളം കൈകൊട്ടിക്കളി സംഘം. പക്ഷെ അത് ഇത് തന്നെയായിരിക്കും, പാരമ്പര്യം, പരമ്പരാഗതം ഒട്ടും വിടാതെ ചെയ്യുന്ന സാധനം. പക്ഷെ മലബാർ ഭാഗത്ത് ഇപ്പം വരുന്ന ഒരു കൈകൊട്ടിക്കളി തിരുവാതിരക്കളിയായിട്ട് യാതൊരു സാമ്യമില്ല. അതാരും കണ്ടുപിടിച്ചവരല്ല, അതിന് പുസ്തകങ്ങളില്ല, ആരും അത് എഴുതിയിട്ടില്ല. എവിടുന്നോ എന്തൊക്കെയോ ഡപ്പാങ്കുത്ത് പാട്ടുകൾ കണ്ടുപിടിക്കുന്നു, അതിനെ പറ്റിയ വേഷവിധാനം കണ്ടെത്തുന്നു, അതിങ്ങനെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്ന് വേദിയിലേക്ക് ചെയ്യുന്നു തിരുവാതിരന്റെ അതിലേക്ക് ചെയ്യുന്നു. ആ. ഞാനൊന്നും ഇന്ന് വരെ അതിന് പ്രോത്സാഹനം കൊടുക്കുകയില്ല, ഇനി അങ്ങോട്ടൊന്നും രീതിയിൽ നയിക്കുന്ന ഒരാളല്ല. അപ്പം അതിനൊരു ഇടതടവ് എന്തായാലും വേണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ ഞങ്ങൾ 80 ഇരിക്കുന്ന ഈ 4 പേരും സാരഥികള് ഇതിനു വേണ്ടിയിട്ട് താളത്തെ മഞ്ജു നേരത്തെ പറഞ്ഞതുപോലെ മുറുക്ക പിടിക്കുന്നത്. കാരണം പാരമ്പര്യം വിട്ടിട്ട് ഇതിലൊന്നും കലർത്തൂല. ഒന്നും കലർത്തൂല. ഇപ്പൊ സെമി ക്ലാസിക്കലാവാം, പ്രശ്നമില്ല, നമുക്ക് വേണേ ചെയ്യാം. പക്ഷേ ഇങ്ങനെ എന്നാലും ആ പാരമ്പര്യമായിട്ടുള്ള ടച്ച് വിടൂലേ സെമി ക്ലാസിക് വരുമ്പോ? ഇപ്പം മോഹിനിയാട്ടം പോലെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, ലാസ്യമായി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുട്ടികളെ. അങ്ങനെ ചെയ്യിച്ചാൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള കൈകൊട്ടിക്കളിക്ക് താളം നേതൃത്വം കൊടുക്കുകയില്ല. അങ്ങനെ പഠിക്കാനുള്ള അവസരം താളത്തിലില്ല, നമ്മൾ പഠിപ്പിക്കാനും തയ്യാറല്ല. 44 വർഷമായി ഇതിനോടുള്ള അല്ലേ? എൻ്റെ ജീവശ്വാസം തിരുവാതിരക്കളിയാണ്. ഞാൻ ഒരു മകനേ ഉള്ളൂ, ദേവനാഥ്. ഇന്ന് മകനാണോ വലുത്, തിരുവാതിരയാണോ വെച്ചാൽ ഞാൻ തിരുവാതിരയാണ് വലുതെന്ന് പറയും. അപ്പം കണ്ണൂരിന്റെ താളത്തിന്റെ താളം ഈ ലോകം മുഴുവനും മുഴങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോടൊപ്പം സ്ക്രീൻഷോട്ട് മീഡിയയുടെ എല്ലാവിധ ആശംസകളും. സ്ക്രീൻഷോട്ട് മീഡിയയിലൂടെ കണ്ണൂർ താളത്തെ ഈ ലോകം മുഴുവൻ എത്തിച്ചതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, നമുക്ക് ഒരു പ്രോത്സാഹനം തരണമെന്ന് ഈ ചാനലിലൂടെ നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഹി മുത്തു പതിച്ചൊരു പൂത്താലി. ഗണപതേ മാം ബാലയ ഗൗരീ തനയ ഗണപതേ മാം ബാലയ പാന്തർ പേരു വഴി തന്നിൽ വസിക്കുന്ന പറശ്ശേരി കാവിൽ മൂകാംബികേ വന്ദിച്ചു ഞാനൊന്നു.